ഈ ഒരു ഒന്നൊന്നര കെട്ട് കെട്ടിയിട്ട് അടുക്കള പണി അങ്ങോട്ടാണ് നീങ്ങുള്ളൂ. ഈ ഒരു കെട്ട് കെട്ടിയിട്ട് പണിയെടുക്കുന്നതിനൊരു വേറൊരു സുഖമാണേ. എൻ്റെ അമ്മോ, എന്തെങ്കിലും ഒരു പാത്രം ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പണി എന്താന്ന് വെച്ചിട്ടാ. ഹൈറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അല്ലേ. എന്നാലും ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ സൗകര്യങ്ങൾ കണ്ടെത്തണം അല്ലേ. എത്തുന്ന സ്ഥലത്ത് വെക്കാൻ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉയർത്തൊക്കെ വെക്കേണ്ടി വരില്ല. അപ്പോൾ അതെടുക്കാനുള്ള മാർഗം നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ടല്ലേ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നതും ജീവിക്കുന്നതും ഒക്കെ അല്ലേ. ഇതുവരെ എന്ന് പറഞ്ഞാൽ മഴ ഇല്ലായിട്ടായിരുന്നു. മഴ പെയ്തപ്പോൾ ഓരോരോ അസുഖങ്ങളും തുടങ്ങി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതെ, അൽഹംദുലില്ലാ, ഞാൻ നേരത്തെ തന്നെ എണീറ്റ് എൻ്റെ ഓത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അടുക്കളയ്ക്ക് വരുന്നത്. വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോണതുകൊണ്ട് അടുക്കളയ്ക്ക് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പണികളൊക്കെ എടുത്ത് വെച്ചിട്ടാ ഷിബിലിമോനെ ഫിലിമോനെ ഞാൻ വിളിച്ച് ഉണർത്താറ്. മറ്റേത് ഞാൻ എണീറ്റ് പാട് അവരെ വിളിച്ച് ഉണർത്തിയതിന് ശേഷം പിന്നെ ആയിരുന്നു കേട്ടോ അടുക്കളയ്ക്ക് വരാറ്. ഇപ്പോൾ പിന്നെ നേരത്തെ പോകണം. അപ്പോൾ നേരത്തെ തന്നെ അടുക്കളയിലോട്ട് ഇറങ്ങും. എന്നമ്മോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് എന്താ. അതിനായിട്ട് ഞാൻ ഇവിടെ താഴെ ഒരു പലക വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ അതിൽ വന്ന് എന്തെങ്കിലും എടുക്കാറ്. കാരണം ഞാൻ ഹൈറ്റ് കുറവല്ല. അപ്പോൾ പിന്നെ അത്രയും ഉയരത്തുള്ള സാധനങ്ങളൊന്നും എത്തൂല. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ മാത്രമായിട്ട് അവിടെ വെക്കാറുള്ളൂ. അപ്പോൾ പിന്നെ വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലേനു ഈ അടുക്കളയിൽ. അങ്ങനത്തെ പാത്രങ്ങളൊന്നും വെക്കാറില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ വെക്കും. നമ്മളൊക്കെ അടുക്കള കുഞ്ഞി അടുക്കളല്ലേ. നിങ്ങൾ വിചാരിച്ചത് എന്താ രാവിലെ തന്നെ അടുപ്പ് വന്ന് പ്ലാസ്റ്റിക് ഒക്കെ പറക്കുന്നത് എന്താ അറിയോ. എന്തെങ്കിലും രാത്രി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ കവർ അപ്പോൾ അടുപ്പിൽ വെക്കട്ടെ, പുറത്തേക്ക് പോകണ്ടല്ലേ രാത്രിയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ അതൊക്കെ കൂടി ഒരുക്കി കൂട്ടി പുറത്തേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അതിന് ശേഷം നല്ലോണം കൈയൊക്കെ കഴുകിയതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം, ചോറിനുള്ള വെള്ളമൊക്കെ എടുക്കുകയാണേ. നല്ല കവറാണെന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കും. പിന്നെ മീനിൻ്റെ കവർ അങ്ങനത്തെ ഉണ്ട്, അതൊക്കെ കഴുകിയോണ്ട് അവിടെ നിന്ന് തൂക്കിയിട്ടാ. എന്നിട്ട് പിന്നെ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വരില്ലേ, അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അത് ചോറിനുള്ള വെള്ളമാണ് ആദ്യം തന്നെ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേപ്പറിലൊന്ന് പിടിപ്പിച്ചു. എന്നിട്ട് ഓലക്കൊടി ഇമ്മാണ്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ പേപ്പറുമ്പോൾ കത്തിച്ചാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുമല്ലോ. അങ്ങനെയായിട്ട് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ചായയും കടിയൊന്നുമില്ല ഉണ്ടാക്കുന്നത്. ഇന്ന് ചോറും കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നും മദ്രസയില്ല കുട്ടികൾക്ക്. അപ്പോൾ ആദ്യം തന്നെ ഷിപ്പിലിമാർക്ക് കൊണ്ടുള്ള ചോറും കൂട്ടാനൊക്കെ. അപ്പോൾ അതിനുള്ളത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കറി സാമ്പാറാണ് വെക്കുന്നത്. പരിപ്പ് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും ഒരിത്തിരി ഉപ്പും ഇട്ടുകൊണ്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, നിങ്ങൾ ഈസിയൊക്കെ വെച്ചപ്പോൾ അവിടെ ഇങ്ങനെ മിന്നി തിളങ്ങാട്ടോ ലൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മേലെ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു ഈസിയൊക്കെ. എൻ്റെ ഇവിടുത്തെ പിന്നെ വയറിങ്ങിന് എന്തോ ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നാളെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല, അവിടെ ലൈറ്റ് പെട്ടെന്ന് പോയത് രണ്ടടുക്കളയിലും. ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഈസിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മിന്നി തിളങ്ങാണ് ലൈറ്റ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈസിയൊക്കെ മുകളിലാണ് വെക്കാറ്. പിന്നെ അതേ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. രാവിലെ തന്നെ പപ്പടം പൊരിച്ചെടുക്കുകയാണ് അല്ലേ. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാനുള്ള പോലെ തന്നെ ഷിബിലിമോൻക്ക് സാമ്പാറാണെന്നുണ്ടെങ്കിൽ പപ്പടം വേണം കേട്ടോ. അധികം മീൻ വേണമെന്നില്ല, സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ അവർക്കും ഞമ്മക്കും തന്നെ സാമ്പാറും പപ്പടവും ആക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് മീൻ പൊരിച്ച ആ സ്പോട്ടിൽ മീൻ സ്കൂൾക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ പപ്പടം പൊരിയും കഴിഞ്ഞു. ഈ പപ്പടപാത്രം നമ്മൾ ഷിബിലിമാർക്ക് മദ്രസയിൽ നിന്ന് നിവേദനത്തിന് സമ്മാനം കിട്ടിയതാണ് കേട്ടോ. അതിൽ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോകുന്നില്ല കേട്ടോ, അതുപോലെ ഇരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അതിലാണ് പപ്പടം പൊരിച്ചെടുക്കാറ്. പിന്നെ അത് സാമ്പാറിൽ ഇത്തിരി പുളിയും പിഴിഞ്ഞു പറഞ്ഞു. പിന്നെ ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുകൊക്കെ കണ്ടിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇത്തിരി വലിയ ജീരകവും അതുപോലെ തന്നെ ഉലുവയും പിന്നെ ഇത്തിരി സാമ്പാർ പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ വേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. സാമ്പാർ പൊടി നമ്മൾ ആദ്യം കറിയിലും കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനത്തെ സാമ്പാറും ആയി, അതിൻ്റെ ആവിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ആ പാനിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നാണ്ട് ചുവറ്റി ഒഴിച്ചു കേട്ടോ, വെറുതെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇത് 2 ചപ്പ് ചെറുതായി കട്ട് ചെയ്തതും കൂടിയാണ്ട് ഇട്ട് കൊടുത്തു. എനിക്ക് എന്തെങ്കിലും ചപ്പ് വേണ്ട, അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ അതേ ഒരു പാനിൽ 2 ഉള്ളി 2 തക്കാളിയും ഒരിത്തിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതാണ്. കൂടെ ഒരിത്തിരി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് പിന്നെ അപ്പത്തേക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരിത്തിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുത്തു. അപ്പോൾ ഇന്ന്
മുട്ടക്കറിയും ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്യാസുമ്പോൾ ഒരു പാനിൽ കറിക്കുള്ളതും വെക്കുന്നുണ്ട്, ഒരു പാന് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്. പിന്നെ ഇതേ ഒരിത്തിരി വലിയ ജീരകവും 2 ചെറിയുള്ളി കട്ട് ചെയ്തതും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊന്ന് തിളക്കട്ടെ എന്ന് വെച്ചു. അപ്പോഴേക്കും ഇത് ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് പണിയില്ല കേട്ടോ. ഇക്കാക്ക് പണിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല, ഞാൻ ആദ്യം തന്നെ ചായയും കടിയില്ല ഉണ്ടാക്കാൻ വരാറ്. അപ്പോൾ ഇന്ന് ഇക്കാക്ക് പണിയില്ലാത്തതുകൊണ്ടാട്ടോ ആദ്യം തന്നെ ചോറും കൂട്ടാനൊക്കെ ആക്കിയത്. പിന്നെ ഇതേ കറിയിൽ ഒരിത്തിരി മുകളിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നമ്മളടുത്ത വീട്ടിലെ കുഞ്ഞോളുമ്മയും കൂടി പോയിട്ട് മുട്ട ഫാമിൽ നിന്ന് മുട്ട കൊണ്ടുവന്നില്ല. ആ മുട്ടേനിട്ട ഇതും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം മുട്ടൊക്കെ കഴിയാറായിട്ടാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ മുട്ട വളരെ ചെറുതായിരുന്നു കേട്ടോ. ചില ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ വലിയ മുട്ട ഉണ്ടാകും. എങ്ങനെയായാലും വലുത് മാത്രം അവരെ നമുക്ക് തരൂലല്ലോ, അതിൻ്റെ ഇടയിലൂടെ ചെറുതും ഉണ്ടാവില്ലേ. വലുതായാലും ചെറുതായാലും കോഴിമുട്ട അല്ലല്ലേ, നല്ലതല്ലേ. പിന്നെ അതെ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞു. കറി കണ്ടിട്ട് കൊടുത്ത് കറി കണ്ട് ഉഷാറാക്കി എടുത്തിട്ട് അപ്പോൾ ഒരു പീസ് പിന്നെ അവിടെ തന്നെ വെച്ച് ഷിബിലിമോ പറയുന്നത് സ്കൂൾക്ക് ചെറിയൊരു പീസ് ആക്കാണ്ട്. അപ്പോൾ ഞാൻ അവൻക്ക് ഉള്ളതാണ് കേട്ടോ. ഫിലിമോള് പിന്നെ പറഞ്ഞിരുന്നു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ റേഷൻ അരിയാണ് നേരത്തെ തന്നെ വെക്കുകയാണ്, അപ്പോൾ കേട് വരും. അപ്പോൾ ഒരു പാകത്തിൽ വേവിന് മാത്രമേ ഊറ്റിയെടുത്തുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പലക, ഈ പലകമ്മ ചവിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുകളിൽ നിന്ന് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുക്കാറ്. ഇവിടെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാനുള്ള സൗകര്യങ്ങളില്ലേനും. അപ്പോൾ പിന്നെ മുകളിൽ വെക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടാവില്ല, അത് മുകളിൽ വെക്കട്ടെ. എന്നിട്ട് പിന്നെ സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണ് അവിടുന്ന് എടുക്കാറ്. ഹൈറ്റ് ഇല്ലാന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കണ്ടെത്തൂലേ. സ്റ്റൂളോ പലകയോ എന്തെങ്കിലുമൊക്കെ വെക്കൂലേ. ഇത് ഫൈബറിൻ്റെ പലകയാണ്, പക്ഷേ അതിൻ്റെ നടുവിൽ ചവിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടക്ക് കാണട്ടെ അത് താഴേക്ക് ഒറ്റ പോക്കാണാക്കാൻ, അപ്പോൾ വീഴും ചെയ്യും. അങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്നാലും അതിമ കയറുമ്പോൾ ശ്രദ്ധിക്കാറാണ്. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് സ്പീഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫിനിമോൾക്കും ഷിബിലിമോൻക്കും പോകാൻ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. ഷിബിലിമോൻക്ക് പിന്നെ നേരത്തെ തന്നെ പോകണ്ടേ. അപ്പോൾ പിന്നെ സ്പീഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതേനും. അവരോട് കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കുളിയൊക്കെ കഴിഞ്ഞത് എത്തിയിട്ടാണ്. അപ്പോൾ ചൂടോടെ തന്നെ അവർക്ക് 2 പേർക്കുള്ളത് ആദ്യം തന്നെ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഷിബിലിമോന് കണ്ടപ്പോഴേ പറഞ്ഞു ഇന്നൊക്കെ ഫ്രഷ് ആണല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ആവി അങ്ങനെ പോകുന്നത് കണ്ടില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഫിനിമോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവനിരിക്കല്ല, അവൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഏതായാലും 2 പേരും കൂടി കഴിച്ചു. നമുക്ക് പിന്നെ നേരം വെളുത്താൽ തിന്നാനൊന്നും നേരമില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് അങ്ങോട്ടാണ് തുടങ്ങുക നമ്മുടെ അടുക്കള പണികൾ. ഞാൻ അങ്ങനെയായിട്ടാ ചെയ്യാറ്. ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ കത്തിൽ സമാധാനത്തിൽ ഒരു ഇരുത്ത എന്നിട്ട് അങ്ങോട്ടാണ് കുളിക്കൂട്ട. അങ്ങനത്തെ പിന്നെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഷിബിലിമോൻക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആക്കി കൊടുക്കാണ്ട. ഫിനിമോൾക്ക് പിന്നെ ആക്കത്തിന് വെച്ച് കൊടുത്താലും മതിയല്ലോ. ആദ്യം ഷിബിലിമോനല്ലേ പോവുക. അപ്പോൾ അതേ ചോറാക്കി കൊടുത്തു. പിന്നെ പാപ്പടവും ഇതാക്കാണ്. എന്താല്ലേ നേരം വെളുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പണികളാണ്. അതും സ്കൂളുണ്ട് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ടല്ലേ. നമ്മൾക്ക് രാവിലെ കുറച്ച് റിസ്ക് എടുക്കണം എന്നല്ലേ ഉള്ളൂ അല്ലേ. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. സ്കൂൾക്ക് പോയിരുന്ന ടൈമിലൊക്കെ ഉമ്മമാർ നമ്മൾക്ക് ഇതുപോലെ ഒരുക്കി തരുമായിരുന്നില്ലേ. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഒരുക്കി കൊടുക്കുക അല്ലേ. ഏതായാലും അവർ പഠിച്ച് വളർന്നു വരട്ടെ. ഞാൻ അധികവും ഷിബിലിമോൻക്കായാലും ഫിനിമോൾക്കായാലും നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കണത് അത് തന്നെ ആയിരിക്കട്ടെ അവർക്കുണ്ടാക്കിയ കൂടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല. ചിലപ്പോഴും അവർക്കൊരു പറയട്ടെ തക്കാളി മുട്ട ചോറ് മതി, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ചോറും പിന്നെ പൊട്ടാറ്റോൻ്റെ ചോറ് അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറയാം. അപ്പോൾ പിന്നെ അതുണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്കൊരു ചോദ്യം കേട്ടോ, കടി കൊണ്ടോട്ടെ എന്ന് ചോദ്യം. ചിലപ്പോൾ ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കും കടി കൊണ്ടോട്ടെ എന്ന് വെച്ചാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ. പിന്നെ അതെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിലൂടെ അവർക്കുള്ളത് ആക്കുകയും ചെയ്തിട്ട്. അപ്പോഴേക്ക് അവരുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഷിബിലിമോൻ എത്തിയിട്ട് അപ്പോൾ നോക്കുകയാണ് കേട്ടോ. ഞാൻ പാത്രം മുറുക്കിയിട്ടില്ലെന്ന് നോക്കണം. ഒരു ദിവസം തന്നെ ബാഗിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും നോക്കണം. ഞാൻ ടൈറ്റാക്കിയൊക്കെ ചെയ്തിരുന്നു, പിന്നെ എങ്ങനെയോ പോയതാണ്. ഇങ്ങനെ കുത്തി കുലുങ്ങി നടക്കുകയൊക്കെ അല്ലേ, അങ്ങനെ പോയതാണ്. അപ്പോൾ പിന്നെ ഓൻ തന്നെയാണ് കവറിൽ വെച്ചു. അപ്പോൾ സാമ്പാർ കറിയാണെന്ന് പറഞ്ഞിട്ട് സൂപ്പറൊക്കെ കാണിക്കാൻ കേട്ടോ. അങ്ങനത്തെ ഷിബിലിമോൻ്റെ വെള്ളമൊക്കെ നിറഞ്ഞുകൊണ്ട് പെട്ടിയെടുത്തോണ്ട് അവന് പോവാനുള്ള തയ്യാറെടുപ്പിലായി. പിന്നെ അത് 2 പേരോട് സലാം പറയട്ടെ. അപ്പോഴേക്കും എൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ കടഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ. വെരിക്കോസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഞാൻ റെസ്റ്റ് എടുക്കാനാണ്. ഇപ്പോൾ എനിക്ക് ട്യൂഷൻ ഉള്ളത് കാരണം എനിക്കിപ്പോൾ ആ ടൈമിലൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റലുമില്ല കേട്ടോ. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെരിക്കോസ് കുറച്ചൊക്കെ ഭേദം. പിന്നെ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുള്ളതല്ലേ. അപ്പോൾ ഏതായാലും അവന് പോവല്ലേ കാണാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കട്ടെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അവൻ ഇറങ്ങി.
പിന്നെ ഇത് വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങി വീതനൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാട്ടെ. എനിക്കെന്താ അറിയോ, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇവിടെ ക്ലീൻ ആക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തോ പോലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെയാണ് ക്ലീൻ ആക്കും. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കേട്ടോ മറ്റേ ഭാഗം ക്ലിയർ ആക്കാറ്. പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പ് ഫിനിമോളിനെ ഒരുക്കി അവളും പോവാണ്. അവളെ പിന്നെ ഒറ്റക്ക് പോവില്ലല്ലോ, ഞാൻ എങ്ങനെ അതിനും കൊണ്ടാക്കി കൊടുക്കണം. പോവും, എന്നാലും എനിക്കൊരു എന്തോ പോലെ തോന്നൂട്ടോ അവളെ കൊണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ പിന്നെ അവൾ ഒറ്റക്ക് ഇങ്ങോട്ട് വരും. അവൾക്കും തന്നെ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമാണ്, എനിക്കും തന്നെ ഒരു സന്തോഷം സമാധാനമാണേനു. അങ്ങനത്തെ അവളും പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ അവിടെ കിടക്കാണ് കഴുകാനുള്ളത്. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് വെച്ചു. ഏതായാലും അവർ പോയില്ല, സമാധാനമായല്ലോ. ഇനി ബാക്കിയുള്ള പണികൾ ആക്കത്തിന് എടുത്താലും മതിയല്ലോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വിചാരിക്കും ഇവരെന്താ രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്. അവിടെ ചായ അധികം ഉണ്ടാക്കാറില്ല രാവിലെ, വൈകുന്നേരം മീൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ വെള്ളമായാലും ആർക്കും തന്നെ കുഴപ്പമില്ല. അങ്ങനത്തെ ചായയുടെയും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡ് പാത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴുകി വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ മീൻ മുറിക്കുന്നത്. എന്നും ഞാൻ ഒരുവിധം പണി കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ മീൻ മുറിക്കാറുണ്ട്. ഇന്ന് പിന്നെ ഇങ്ങനെ കേട്ടായത്. അങ്ങനത്തെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരിത്തിരി സുർക്കയും പിന്നെ ഫിഷ് മസാലയും ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി മസാല ഒക്കെ തേച്ച് വെച്ചു. അതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ കച്ചറകളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളതൊന്നും അടിച്ച് വാരണ്ടേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉൾഭാഗം അടിച്ചു തരാൻ വന്നതാണ്. എൻ്റെ അമ്മോ, ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ നേരെ പോലത്തെ എന്തെല്ലാം പണികളാണല്ലേ. അപ്പോൾ വലിയ വീടാകുമ്പോഴോ എത്രത്തോളം പണികളുണ്ടാവില്ലേ. വലിയ വീട്ടിലൊക്കെ ഒരുപാട് ബാത്റൂമുകളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും നേരെ പോലത്തേതുണ്ടെങ്കിൽ കഴുകി ക്ലീൻ ആക്കാനല്ലേ. നമ്മളുടെ ഒരു ചെറിയ വീടാണ് കേട്ടോ, എന്നാലും ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്ലീൻ ആക്കാനും ഒക്കെ. നമ്മുടെ വീട് കാണാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടാൽ മതിയേ. അപ്പോൾ അത് ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, എല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ ദേവക പണികളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ തുറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ടേബിൾ ആദ്യം തന്നെ അതിനായിട്ട് ഞാൻ ഒരു ടവൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ്. ടൈലും ഗ്രാനൈറ്റും ഒക്കെ ഉള്ള നിലമാണെന്നുണ്ടെങ്കിൽ അടിച്ചു വാരിയാൽ തന്നെ കുറേ വൃത്തിയാവില്ലേ. അപ്പോൾ പിന്നെ തുടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കും. എങ്ങനെയായാലും തുടക്കണല്ലേ, എന്നാലും ഒരു റാഹത്താവുള്ളൂ അല്ലേ. തുടച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ പോലൊക്കെ തോന്നും. ഞാൻ ടൈല് തുറക്കാറുണ്ട് കേട്ടോ. എവിടേക്ക് അത്യാവശ്യമായിട്ട് രാവിലെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ തുടക്കും, എന്നിട്ടോ ഞാൻ എവിടെയാണെന്നുണ്ടെങ്കിലും പോവാറുള്ളൂ. പിന്നെ അത് തുടക്കുന്നതിൻ്റെ ഇടയിലൂടെ മീനും പൊരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം തന്നെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ഓയിൽ ചൂടായതിന് ശേഷം. എന്നാലും ഇന്നിൻ്റെ ചട്ടിക്കൊരു കളി കേട്ടോ. അങ്ങനെ തുടച്ച് അടുക്കളയിൽ എത്തിയിട്ട് അടുക്കളയിൽ പിന്നെ പാത്രങ്ങളുണ്ട്, പൊടിയിട്ട് വെക്കുന്നതും അതുപോലെ തന്നെ അരിയിട്ട് വെക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മുക്കും മൂലമൊക്കെ ഒന്ന് എപ്പോഴൊന്നും എടുത്ത് തുറക്കണം കേട്ടോ. എല്ലാന്നുണ്ടെങ്കിലും എനിക്ക് എന്തോ പോലൊക്കെ തോന്നും. അപ്പോൾ ഞാനും തന്നെ എന്നും എല്ലേ മുക്കും മൂലമൊക്കെ ഒന്ന് ബക്കറ്റിൻ്റേതായാലും ടേബിൾ ഇട്ടതായാലും അതിൻ്റെ മുക്കും മൂലമൊക്കെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് മാത്രം നമ്മളെ പണി തീർന്നിട്ടില്ലല്ലോ. അലക്കാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്നാൽ കല്ലിൽ തന്നെ അലക്കാമെന്ന് വെച്ചോ. അപ്പോഴേക്കും മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു, നിങ്ങൾ മഴ കൊണ്ടിട്ടാണോ പിന്നെ അലക്കുന്നത് നനഞ്ഞില്ലെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയാം, ഈ അലക്കുകൻ്റെ മുകളിൽ ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ മഴ കൊള്ളൂലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നനയാത്തത്. ഇവിടെ പുറത്തത്തെ കക്കൂസും കുളിമുറിയും തന്നെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഷീറ്റ് ബാക്കി ഉണ്ടായപ്പോൾ ഇങ്ങോട്ടും കൂടിയാണ് ഇട്ടിട്ട് അത് പിന്നെ എനിക്കൊരു ഉപകാരവും കൂടിയായി. ബാക്കി ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്ത്. എല്ലാം ഉണ്ടെന്നില്ല അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ഏതായാലും അതൊരു റാഹത്തായി ചെയ്തു. പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇത്. എന്താ പറയുക, നമ്മുടെ റോട്ടുമൊക്കെ വെള്ളം നിൽക്കല്ലേ. അപ്പോൾ അതിലൂടെ ഫിനിമോളൊന്ന് കൊണ്ടാക്കാൻ അവിടെ നിന്ന് വരും ചെയ്യും. എന്നിട്ട് കാലിൻ്റെ ഇടം ഇങ്ങനെ ചൊറിഞ്ഞ് ചെറുതായിട്ട് മുറി ഇങ്ങനെ ആയിട്ട് ഭയങ്കര ചൊറിയും വേദനയും കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളവും അതിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.